മോഹൻലാലിന്റെ പ്രജയിലെ മോഹൻലാലിനോടും ഇന്നത്തെ വിനായത്ത് ബുദ്ധയിലെ പൃഥ്വിരാജിന്റെ അടുത്തും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് ഞങ്ങൾക്ക് ക്ഷമിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അത് ഒപ്പത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതല്ല, ആ ക്യാരക്ടറാണ് അവിടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. ഷമ്മി തിലകനല്ല, ഭാസ്കരൻ മാസ്റ്ററാണ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. അതിന്റെ കാരണക്കാരൻ ഇന്ദുഗോപനും ജയൻ നമ്പ്യാരുമാണ്. ഞാൻ അവിടെ വെറും ഒരു പപ്പറ്റാണ്. അത് ഞാൻ എന്റെ സ്ഥാനത്ത് മറ്റൊരു ആക്ടറാണെങ്കിലും ആ ക്യാരക്ടർ ഒപ്പത്തിനൊപ്പം നിൽക്കും. ചിലപ്പോൾ നിങ്ങൾ കൂട്ടിയും പിടിച്ചുമൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ അഭിനയത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ എന്നെയൊക്കെ നന്നായിട്ട് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്നെ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിലും ആ ക്യാരക്ടർ ഒപ്പത്തിനൊപ്പം നിൽക്കും. കാര്യം എന്താണ്, അത് ഇന്ദുഗോപന്റെ ഒരു ക്ലാസിക് സൃഷ്ടിയാണ്, ആ ഒരു കഥാപാത്ര സൃഷ്ടി എന്ന് പറയുന്നത്. അതാണ് അതിനകത്ത്. അതുപോലെ ജയൻ നമ്പ്യാർ അത് മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങള് ഒരു ഞാനായിക്കോട്ടെ, ഇവനായിക്കോട്ടെ, അല്ലെങ്കിൽ പൃഥ്വിരാജ് ആയിക്കോട്ടെ, ഡയറക്ടറുടെ മുമ്പിലുള്ള ഒരു പപ്പറ്റുകൾ മാത്രമാണ് നടീനടന്മാരെന്ന് പറയുന്നത്. അവരുടെ ആവശ്യമാണ് ഞങ്ങളവിടെ സാധിച്ചു കൊടുക്കുന്നത്, അല്ലാണ്ട് ഞങ്ങളുടെ തോന്നിവാസമല്ല അവിടെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും ആ ഡയറക്ടർക്കും അതിന്റെ പാത്രസൃഷ്ടി നടത്തിയിട്ടുള്ള അതിന്റെ റൈറ്റർക്കും തന്നെയാണ് അതിനത്. പിന്നെ ഞങ്ങൾ ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ലേ, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. നാടകമല്ല ഞങ്ങൾ അഭിനയിക്കുന്ന, സിനിമയാണ്. സിനിമയ്ക്ക് ഒരിക്കലും നാടകത്തിലെ പോലെ ഒരു ആർട്ടിസ്റ്റിന് അത്രയും വലിയ ഇതൊന്നുമില്ല, ഒരു ആർട്ടിസ്റ്റിനുമില്ല. ഇതിന് വലിയ മറ്റെടുത്ത വലിയ കോലകൊമ്പനാണെങ്കിലും ഈ പറഞ്ഞല്ല, ഡയറക്ടറുടെ കഴിവാണ് സിനിമ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ അവിടുത്തെ വെറും പപ്പറ്റാണ്.